അരി അരച്ചെടുത്ത് അപ്പോൾ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പാലപ്പത്തിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് 1.5 ഗ്ലാസ് പച്ചരി ഇട്ട് കൊടുക്കണം. വലിയ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലതായിട്ട് ഒരു 4-5 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അരി അളന്നെടുത്ത് അതേ ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് ചിരകിയെടുത്ത തേങ്ങ, 3/4 ഗ്ലാസ് ചോറ്. ഞാനിവിടെ വെള്ള അരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഈസ്റ്റും 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നല്ലതായിട്ടൊന്ന് നിരത്തിയിട്ടതിന് ശേഷം ഇതിലോട്ട് നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടിപ്പോരുത് കേട്ടോ, നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ടൊരു 1.25 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ അരിയും തേങ്ങയും ചോറും ഒക്കെ അളന്നെടുത്ത ഗ്ലാസ്സിൽ 1.25 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ തലേദിവസം രാത്രി കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണിത് അരച്ച് അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. ഇത് ഓവർനൈറ്റ് ഇങ്ങനെ വെച്ചേക്കണം. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ എടുക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ഒരു 6:30 മണി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് തുറന്ന് നോക്കാം. എന്താ നോക്കിക്കേ, ഇപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് കുതിർന്ന് കുറച്ചൊന്ന് പൊളിച്ച് പൊങ്ങിയിട്ടുമുണ്ട്. ഇനി ഇത് അരച്ചെടുക്കണം. നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് 2 ബാച്ചായിട്ട് ഇട്ട് കൊടുത്താണിത് അരച്ചെടുക്കുന്നത്. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കല്ലേ, ഇതിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. അപ്പോൾ ആദ്യത്തെ ബാച്ച് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, ഇപ്പോൾ തന്നെ ഇത് നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഈ അരച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് അടുത്ത ബാച്ചും കൂടെ ഒന്ന് അരച്ചെടുക്കാം. രണ്ടാമത്തെ ബാച്ചും നമ്മൾ അരച്ചെടുത്തു, അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി പോരുത് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടെ ചേർക്കണം. 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. അതാ നോക്കിയാൽ നമ്മുടെ ഈ പാലപ്പത്തിൻ്റെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇത്രയും ലൂസായിട്ടുള്ളൊരു മാവാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതുണ്ടല്ലോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. 1 മണിക്കൂർ നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. അതാ നോക്കിയാൽ നമ്മുടെ മാവൊക്കെ നല്ലതായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് പുളിച്ച് പൊങ്ങും. നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ടിത് പാലപ്പച്ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ചുട്ടെടുക്കണം. സ്റ്റൗ അപ്പച്ചട്ടി വെച്ച് കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ച് കൊടുത്തൊന്ന് ചുറ്റിച്ചെടുക്കാം. അത് നോക്കി ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രമാത്രം പെർഫെക്റ്റ് ആണെന്ന്. ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ള മാവെല്ലാം ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കാം. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അതുപോലെ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പാലപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.